കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർലാഹിയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. മൃതദേഹം മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഒരു നാടൊന്നാകെ വേദനയോടെ ഒരു 22 വയസ്സുള്ള ചെറുപ്പക്കാരനെ യാത്രയാക്കുന്നു. പുതിയ വിവരങ്ങൾ രാഹുൽ വിജയൻ. റിജിത്ത്, വൈകാരികമായ യാത്രയയപ്പ് അമറിൻ്റെ ജന്മനാട് നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് അത്യന്തം ദുഃഖകരമായ കാഴ്ചയാണ്, സങ്കടകരമായ കാഴ്ചയാണ്. ഒരിക്കലും ഈ നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ 22-ാം വയസ്സിൽ അമറിന് ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്നും ഖബർസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്നും. എന്തായാലും ഒരു നാടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള കാട്ടാന ആക്രമണത്തിൽ ഒരു 22 വയസ്സുകാരൻ്റെ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന അമറിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. ഈ വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇനി അടുത്ത ചടങ്ങുകൾ നടക്കുക. അല്പസമയത്തിനകം ഖബറടക്കം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നാടിനേറെ പ്രിയപ്പെട്ടവനായിരുന്ന ഒരാൾ, നമ്മളോട് ഓരോരുത്തരും സംസാരിക്കുമ്പോഴാണെങ്കിൽ അവരൊക്കെ പറയുന്നത് വളരെ സൗമ്യനായിരുന്ന, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന, ഏതൊരാവശ്യത്തിനും ഒപ്പമുണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. കാരണം അത്രത്തോളം വൈകാരികമായൊരടുപ്പം ഈ നാട്ടുകാർക്ക് അമറിനോടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരാൾ ഈ നാടിനോട് വിട പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അത് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണെന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരാൾക്കും ഈ ഒരു ഗതി വരരുതേ എന്നുകൂടി നാട്ടുകാർ ഓർമ്മപ്പെടുത്തുകയാണ്, ആവർത്തിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമറിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു സാധാരണ കുടുംബമാണ്. ഒരു ചെറിയ രീതിയിലുള്ളൊരു വീടും അതുപോലെ തന്നെ അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്നൊരു കുടുംബമാണ്. സഹോദരിയുടെ വിവാഹം അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. ഇത്തരമൊരു ദാരുണ സംഭവം ആ കുടുംബത്തെ തേടി എത്തിയത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ജോലിയൊക്കെ ചെയ്ത്, അതായത് ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കേറ്ററിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് പോയി 350 രൂപയും ഒക്കെ വരുമാനം കിട്ടുന്ന ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോയി കുടുംബത്തിന് വേണ്ടി അതും സ്വരൂകൂട്ടി വെച്ചിരുന്ന ആ 350 രൂപയാണെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി നീക്കി വെക്കാൻ വേണ്ടി തയ്യാറായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അമറിനാണ് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചത്. അത് അത്യന്തം സങ്കടകരമായ കാര്യമാണ്. അതിൻ്റെ ഒരു വിഷമം ഈ നാട്ടുകാർ നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ടല്ലേ. ഇത് അദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ്. അദ്ദേഹത്തെ എങ്ങനെ ഓർക്കുന്നു? എൻ്റെ പേര് ജോസഫ് വർഗീസ് എന്നാണ്. ഞാൻ അല്ലസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ എൻ്റെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം അവിടെ നിന്നാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. സത്യസന്ധനായ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ വരികയും നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡിഗ്രി എടുക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു കുഞ്ഞാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു നെയ്ബർ കൂടിയാണ്. എനിക്കിവിടെ സ്ഥലമുണ്ട്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഇദ്ദേഹത്തെ ഫ്രീക്വൻ്റായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. ഈ കുഞ്ഞിന് വിദേശത്ത് പോകാനായിട്ട്, ദുബായിൽ പോകാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും അദ്ദേഹവും എൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബറാണ്. അദ്ദേഹം ഇവർ രണ്ടുപേരും കൂടി എപ്പോഴും ആ പാലത്തിനടുത്തുള്ള ബെഞ്ചിലിരുന്നുകൊണ്ട് അവരുടെ ഭാവി കാര്യങ്ങൾ. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. അമർലാഹിയുടെ മൃതദേഹം ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് സംസ്കാര ചടങ്ങുകൾക്കായി. അടുത്ത മാസം ആ വീട്ടിലൊരു വിവാഹം നടക്കേണ്ടതാണ്. അമർലാഹിയുടെ സഹോദരിയുടെ വിവാഹം അടുത്ത മാസം നടക്കേണ്ടതാണ്. അതിനിടയിലാണ് ആ വീട്ടിൽ ഇങ്ങനെയൊരു വേദനാജനകമായ, താങ്ങാൻ കഴിയാത്തൊരു ദുഃഖം വന്നെത്തുന്നത്.